ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷൻ ആണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. യെസ്, ദ ഗോട്ട്. വെറുതെ കറിയാന്നൊക്കെ അപ്പുറത്തെ ആടൊക്കെ ഇളകും. ദൈവമേ, മുട്ട വന്ന് അത് അല്ല ഒന്ന് നോക്കിയതാ. കൊള്ളാം, നല്ല. ഇവൻ ഒച്ചുണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഇളകുമായിരുന്നു, കാരണം ഞാനാണല്ലോ ഗോട്ട് ഇവിടെ ഇടയിൽ കൂടെ. എന്തായാലും ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം സിനിമയുടെ ന്യൂ പോസ്റ്റർ ഇന്നലെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് സിനിമയുടെ ഒഫീഷ്യൽ ട്രailer വരാൻ പോവുകയാണ്. 5 മണിക്കാണ് ഈ ഒരു സംഭവം വരുന്നത്. അതായത് സോഷ്യൽ മീഡിയക്ക് തീ പിടിക്കാൻ പോകുന്നത് 5 മണിക്കാണ്. ഇന്നത്തെ ദിവസം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഒരു കുരിശരിച്ച് എന്തിനാടാ RIP സോഷ്യൽ മീഡിയ. അതൊരു സത്യമാണോ, അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. പഴയ റെക്കോർഡുകളൊക്കെ തിരുത്താൻ വേണ്ടി ആശാൻ ഇന്ന് വരും. പഴയ റെക്കോർഡുകളൊക്കെ ഒരു വേറെ അല്ല, ഒരു തൂണിനിപ്പുറത്ത് നോക്കി ഒളിഞ്ഞു നോക്ക്. എന്ത് ചെയ്യണം തീരുമാനം ഇന്ന് അറിയണല്ലോ. ഇന്നത്തെ ദിവസം നോക്കുകയേ വേണ്ട കേട്ടോ. അതെ, എന്തായാലും 5 മണി വരെ ആ റെക്കോർഡുകളൊക്കെ പുതിയതായിട്ടിരിക്കും. അതെ, 5 മണിക്ക് ശേഷം അത് പഴയ റെക്കോർഡായിരിക്കും. പിന്നെ ആളുകളൊരു ആശ്വാസം, റെക്കോർഡുകളെല്ലാം അണ്ണന്റെ പേരിൽ തന്നെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ആള് തന്നെ ഇടുന്നു, ആള് തന്നെ വരുന്നു, എന്നിട്ട് അത് മാറ്റിയിടുന്നു. എന്തായാലും ഈ പോസ്റ്ററിലെ ഇത് വേറെ രീതിയിലാണ് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഒറ്റ വാക്കിൽ ഉത്തരം. അപ്പോൾ ആ ഒരു വാക്ക് കഴിഞ്ഞ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഇല്ല, അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടിയാണ്. ഓക്കെ, ആദ്യമായിട്ടാണ് നമ്മൾ ഒറ്റ വാക്കിൽ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിന് മുൻപൊരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ചുമല. ആ സാധനം വളരെ മോശമായിരുന്നു എന്ന് ഞാൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ലതായിരുന്നു എന്നുള്ളത് മച്ചാൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശരിയല്ലേ? സത്യം. മച്ചാനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ കോഴി ഭയങ്കര സൗണ്ട്. മച്ചാനെ കുറിച്ച് പറഞ്ഞോണ്ടല്ലോ നിന്റെ ഒച്ച കേട്ടിട്ടാ. ഓക്കെ, എന്തായാലും ഈ ഒരു പോസ്റ്ററിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം വളരെ മികച്ചത്, സൂപ്പറായിട്ടുണ്ട്. അടിപൊളി പോസ്റ്റർ കേട്ടോ. അതെ, സംഭവം എനിക്ക് തോന്നുന്നു ഇതുവരെ വന്നതിൽ ഏറ്റവും, എല്ലാത്തിനും നമ്മളിങ്ങനെ പറയാറുണ്ട്, എന്നാലും പറയാണ് ഏറ്റവും ബെസ്റ്റ് സാധനം തന്നെയാണെന്ന് തോന്നുന്നു. ഇനിയാണ് ഇതിൻ്റെ ട്രാപ്പ്. ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കുഴി, വാരിക്കുഴി, അതാണ്. ഈ സിനിമയുടെ കാര്യത്തിൽ ഒരു വലിയ പ്രതീക്ഷ ഇല്ലാതിരിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ആളാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആളോട് ചോദിക്കുകയാണ്, ഇത് കണ്ടിട്ടെന്ന് തോന്നുന്നു? ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ, സിനിമയോട് എനിക്ക് പ്രതീക്ഷ ഇല്ലാത്തതല്ല, കണ്ടിട്ട് അതാ പറഞ്ഞേ. ഇതും ഈ ഒരു പോസ്റ്ററും മറ്റേ എന്താ പറയാ ആദ്യം വന്ന പോസ്റ്ററുകളും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് മറ്റേ ആ ലുക്കിലുള്ള സാധനം മാത്രമേ സിനിമയിൽ എനിക്ക് പേടിയുള്ളൂ. അത് നമ്മൾ ആൾറെഡി ചർച്ച ചെയ്തു. ഈ പോസ്റ്റർ കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? ഇത് കണ്ടിട്ട് നിനക്ക് സിനിമയുടെ ഇതിലേക്ക്, അതായത് പേടിയാണോ? അത് പേടി ഇപ്പോഴും ഉണ്ട്. അതെ, അത് തോന്നാനുള്ളതുണ്ട്. അങ്ങനെയാണെങ്കിൽ മേ ബി ദൈവമേ കൈവിട്ട കളിയാവോ എന്ന് തോന്നാം. അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ. ഈ രീതിയിൽ നമ്മൾ വിജയിനെ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കണ്ടിട്ടില്ല. ഈ ഒരു പരിപാടി ഇല്ല കണ്ടിട്ടില്ല. അതൊരു സത്യം. അപ്പോൾ ഒരു എന്തായാലും സയൻസ് ഫിക്ഷൻ മൂവി ആണല്ലോ. സത്യം നമ്മളല്ലൊരു സത്യം പറയുള്ളൂ. അപ്പോൾ ഈ ഒരു പരിപാടി എന്തായാലും സയൻസ് ഫിക്ഷൻ ആണെന്ന് നമുക്കറിയാം. അതിൽ ഈ ഒരു രീതിയിലുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ കുറച്ച് പ്രതീക്ഷ നൽകുന്ന കാര്യമല്ലേ? പ്രതീക്ഷ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. എനിക്ക് ഞാൻ സിനിമ കാണാൻ ഇപ്പോഴും ആ പോയിന്റിലാണ്. അവിടുന്ന് മുന്നോട്ട് സഞ്ചരിച്ചിട്ട് തള്ളി മുന്നോട്ടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ നടക്കുന്നില്ലല്ലേ? എടാ ചെറുക്ക, ആ ലുക്ക് ഉണ്ടല്ലോ, അതൊരു പ്രശ്നമല്ല. ട്രോൾ മെറ്റീരിയൽ ആവുമോ എന്നുള്ളതല്ലേ? അത് പേടിക്കണ്ട, ആവൂല. എന്തായാലും ഈ ഒരു പോസ്റ്റർ ഗംഭീരാണ്. ഇത് ആദ്യം കണ്ടപ്പോൾ ഞാൻ എന്താ കരുതിയെന്നറിയോ? പുതിയ കാലഘട്ടത്തിൻ്റെ, അതായത് കാലഘട്ടം കുറേ സഞ്ചരിച്ചു. അതായത് 2024 2050 മുന്നോട്ട് പോയി, അല്ലെങ്കിൽ 2100, അങ്ങനെ വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പുതിയ തരം പരിച ഒറ്റ നോട്ടത്തിൽ ആദ്യം കരുതി കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായത് സംഭവം അതല്ല, ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറി പോകുന്നതാണ്. അതിൽ മറ്റേ ആ ഗ്ലാസ്സിൽ ഒട്ടിക്കുന്ന സാധനമല്ലേ, അതിന്റെ വലിയ ടൈപ്പ് സാധനമാണ് അത്. അത്രേ ഉള്ളൂ. പരിചയമല്ല അതിന്റെ ഒരു പരിച. ഞാൻ ആദ്യം ഒറ്റടിക്ക് എന്താണെങ്കിലും ഇത് സാധനം അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയാണ്, സൂപ്പർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്
സന്തോഷം നൽകുന്നൊരു സാധനം. അതൊരു സത്യം. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ചെവിയില് എന്തോ ഒരു സാധനം സംസാരിച്ചുകൊണ്ടാണോ ആ ടീം കുറച്ച് ആൾക്കാർ ആൾറെഡി ചിലപ്പോൾ മേളിലെത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മേളിലുണ്ടാവാം, അല്ലെങ്കിൽ താഴെ ആയിരിക്കാം, അല്ലെങ്കിൽ എവിടെയും കാണാത്തൊരു സ്ഥലത്ത് നിന്ന് ലീഡ് ചെയ്യുന്നതായിരിക്കാം. എവിടെയെങ്കിലും ആൾക്കാരുണ്ടാവും. അതുണ്ടാവും തീർച്ചയായിട്ടും. എന്താണെങ്കിലും ഇന്ന് 5 മണിക്ക് സംഭവത്തിൽ വേറൊരു കാര്യമുണ്ട്. ഇതിന്റെ ഒരു ക്യാപ്ഷനും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് വായിച്ചേക്കാം. എന്തായാലും പോസ്റ്റ് ഇടുമ്പോൾ എല്ലാം പറയാം. പിന്നെന്താ, തീർച്ചയായിട്ടും. ലോക്ക്ഡ് ഇൻ ആണ്, ലോഡഡ് അപ്പ് അതും ഓക്കെയാണ്. ആയിക്കോട്ടെ. ടാർഗറ്റ്സ് സെറ്റ് സെറ്റ് അൺലീഷിംഗ് ഇത് ഗോട്ട് ട്രെയിലർ ഫ്രം ടുമാറോ 5 PM. 5 മണിക്ക്. 5 മണി കഴിഞ്ഞ 1 മിനിറ്റ് അങ്ങോട്ട് പോയാ പച്ചാളം. അത് ശരി, കള്ള മക്കളെ കളി മാറും. അല്ല അതൊരു സത്യം, നീ വലത്തും. എന്താ ചെയ്യാൻ പോകുന്നത് എനിക്കറിയാം. ഇരിക്കും. തെണ്ടികളൊന്നും ആയിരിക്കുമല്ലോ വിളിക്കുക. അതുകൊണ്ട് വീഡിയോയിൽ വരുമ്പോ തെണ്ടി പട്ടി ചെറിയ ചെറിയ ഇതിലൊക്കെ വരും. പക്ഷെ അല്ലാതെ എനിക്കാണെങ്കിൽ ആ തെണ്ടീനും പട്ടീനൊക്കെ മുന്നിൽ വേറെ പലതും ചേരും. അല്ലാതെ അങ്ങനെ ഇരുന്ന് വിലപിക്കും. ഇതല്ലേ ചെയ്യാൻ പോകുന്നത്? തീർച്ചയായിട്ടും. നീ എന്തായാലും നമ്മളെ എത്ര ഇരുന്ന് വിലപിച്ചേക്കുന്നു. നീ അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഇതെവിടെയെങ്കിലും തങ്ങി നിൽക്കുന്നതായിട്ട് അതിന് വഴി ശരിയാക്കി കൊടുത്ത് അങ്ങ് ഇറക്കി വിടാറൊന്നുമില്ലല്ലോ. ഇല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന പണി എന്താ, അവരെ 4 തെറി പറയാ, നമ്മള് എന്താ പറയാ ഒരു മനസമാധാനം കണ്ടെത്തുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം വേറെ ഇപ്പം എന്ത് ചെയ്യാൻ. എന്തായാലും ഒഫീഷ്യൽ ട്രailer ഇന്ന് 5 മണിക്ക് വരും. ഒരുപാട് പേരുടെ ചില ഡൗട്ടുകൾ ഇന്ന് ഈ ട്രailer കൊണ്ട് തീർത്ത് കൊടുക്കട്ടെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇപ്പോഴും പറഞ്ഞേക്കാം 5 മണി കഴിഞ്ഞിട്ട് 1 മിനിറ്റ് വൈകിയ കളി സൂക്ഷിച്ചോ, കളി മാറും, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും പോവാണ്, നമുക്ക് തകർക്കാട്ടോ. ഇന്ന് ഞങ്ങൾ നേരെ എങ്ങോട്ടാന്നറിയോ? മണിച്ചിത്രത്താഴ്. ആ പോട്ട് ഞങ്ങൾ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇന്ന് ഇവനെ ഞാൻ മണിച്ചിത്ര താഴ്ത്തു നാഗവല്ലിയാണ് കാണണം. ഞാൻ ഡെയിലി കാണുന്നുണ്ട്, ഇനി ഇവനൊന്ന് കാണണം. നിന്നെ എന്നെ അല്ല, എനിക്കതിനല്ല. ഞാൻ കുറെ ആൾക്കാരെ പിന്നാലെ വന്നിട്ടുണ്ട് നാഗവല്ലി ഒന്ന് വളർത്താൻ. നാഗവല്ലിയാണ് ഇപ്പൊ ക്രഷ്. ഇപ്പൊ ക്രഷ് നാഗവല്ലിയോടാണ്. എന്തായാലും പോട്ടെ, പോയിട്ട് വരാം. തന്നെയാണല്ലോ. പിന്നല്ല എന്നാ സ്ട്രക്ചർ എൻ്റെ അമ്മച്ചി.